വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാവ് ഡോക്ടർ ടി.എം. തോമസ് ഐസക് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകൾ തള്ളി എ.എം. ആരിഫ് എം.പി. രംഗത്ത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടില്ലെന്നാണ് ആരിഫ് പറയുന്നത്. ചർച്ചകൾ നടന്നുവെന്നുള്ള പ്രചാരണങ്ങളെ പെയ്ഡ് ന്യൂസ് ആയിട്ടാണ് കാണുന്നതെന്നും കേരളത്തിലെ CPM-ന്റെ ഒരേയൊരു ലോക്സഭാ എം.പി. കൂടിയായ ആരിഫ് വ്യക്തമാക്കി. മുതിർന്ന നേതാക്കളായ തോമസ് ഐസക്കും ജി. സുധാകരനും പാർലമെന്റിൽ വരാൻ യോഗ്യരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പേരുകൾ പാർട്ടി ഘടകങ്ങൾ പരിശോധിക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല. പാർട്ടി ആവശ്യപ്പെട്ടാൽ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുമെന്നും എ.എം. ആരിഫ് പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരായാലും ആലപ്പുഴയിൽ LDF വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കും. പ്രബലരായ 2 പേരെ ഒഴിച്ചു നിർത്തിയാണ് ആലപ്പുഴയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പാർട്ടി നേരിട്ടത്. ആ ഘട്ടത്തിലും വലിയ വിജയമാണ് ആലപ്പുഴയിൽ LDFന് നേടാൻ സാധിച്ചത്. ആലപ്പുഴയിൽ LDFനുള്ള അടിത്തറയിൽ കോട്ടം സംഭവിച്ചില്ലെന്നും ആരിഫ് വ്യക്തമാക്കി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. KC വേണുഗോപാൽ UDF സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ മത്സരിക്കാൻ ഇടയില്ലെന്നും ആരിഫ് പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാലിനെതിരായ സ്ഥാനാർത്ഥിയാണ് തന്നെ തീരുമാനിച്ചത്. ഡൽഹിയിൽ ഭാരിച്ച ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞാണ് അന്ന് വേണുഗോപാൽ പിന്മാറിയത്. ഇന്ത്യ മുന്നണിയുടെ കൺവീനറായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം ഇപ്പോൾ ഇരട്ടിയാകുകയാണ് ഉണ്ടായത്. അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ ആലപ്പുഴയിൽ മത്സരിക്കാൻ സാധ്യതയില്ലെന്നാണ് ആരിഫ് പറയുന്നത്. ചലച്ചിത്ര താരം സിദ്ദീഖ് ആലപ്പുഴയിൽ മത്സരിക്കുമെന്ന വാർത്തകളോട് ആരിഫ് പ്രതികരിച്ചു. സിദ്ദീഖ് അരൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന പ്രചാരണങ്ങൾ നേരത്തെയും കേട്ടിരുന്നു. അദ്ദേഹം മത്സരിക്കണമെന്ന് ആവശ്യം മുന്നോട്ട് വെച്ചില്ലെന്ന് സിദ്ദീഖ് തന്നെ പറഞ്ഞത് പിന്നീട് താൻ കേട്ടിരുന്നുവെന്നും ആരിഫ് ചൂണ്ടിക്കാട്ടി. ആര് തന്നെ മത്സരിച്ചാലും ആലപ്പുഴയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പാർട്ടി വീണ്ടും മത്സരിക്കാൻ പറഞ്ഞാൽ താൻ മത്സരിക്കും, അതിൽ ഒരു തർക്കവുമില്ല. പാർട്ടി പഞ്ചായത്ത് അംഗമായി മത്സരിക്കാൻ പറഞ്ഞാലും പാർലമെന്റ് അംഗമായി മത്സരിക്കാൻ പറഞ്ഞാലും താൻ മത്സരിക്കുമെന്നും ആരിഫ് കൂട്ടിച്ചേർത്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.